പ്ലൂട്ടോ PSCയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് മാരത്തോൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പേനയും ബുക്കുമായിട്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ എഴുതി വെച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറേ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്നത് 30 ചോദ്യങ്ങളാണ്. അപ്പോൾ 30 ചോദ്യങ്ങളാണ് നമ്മൾ നോർമലി നോക്കി പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായ PS റഫീഖിൻ്റെ ചെറുകഥ ഏതാണ്? ഇടമലയിലെ യാക്കൂബാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ 2025 രണ്ട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരം ആർക്ക് കിട്ടി? PS റഫീഖിന് കിട്ടി. അപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരം മികച്ച തിരക്കഥാകൃത്തായിട്ട് നമ്മുടെ റഫീഖിന് കിട്ടി, PS റഫീഖിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്ട ഇടമലയിലെ യാക്കൂബ്. ഏതാണ്? ഇടമലയിലെ യാക്കൂബ്. കിട്ടിയല്ലോ. നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരാം. നമുക്ക് എല്ലാം കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു വരാം. ഓക്കെ, അപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരം കിട്ടിയത് PS റഫീഖിനാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരമാണ് PS റഫീഖിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയുണ്ട്, പേരെന്താണ്? ഇടമലയിലെ യാക്കൂബ്. ഓക്കെ, അടുത്ത് അഖേദ എന്ന നോവൽ രചിച്ചതാര്? അഖേദ എന്ന നോവൽ ആരാണ്? S പ്രിയദർശൻ്റെ നോവലാണ്. അപ്പോൾ അഖേദ എന്ന് പറയുന്ന നോവൽ ആരുടെ നോവലാണ്? അത് S പ്രിയദർശൻ്റെ നോവലാണ് അഖേദ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ മനസ്സിലായല്ലോ. അഖേദ എന്ന് പറയുന്ന നോവൽ ആര് രചിച്ചതാണ്? അഖേദ നമ്മുടെ S പ്രിയദർശൻ്റെ നോവലാണ്. ഇത് നമ്മുടെ അഖേദ എന്ന് പറയുന്ന നോവൽ. ഓക്കെ, അടുത്ത ചോദ്യം. ISSF ജൂനിയർ വേൾഡ് കപ്പ് 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അത് കനക ബുദ്വാറാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ISSF ജൂനിയർ വേൾഡ് കപ്പ് 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ ഇന്ത്യൻ താരമാണ് നമ്മുടെ കനക ബുദ്വാർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിസ്റ്റലിൻ്റെ നമ്മുടെ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പുകളെ കുറിച്ച്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ച് കറക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ISSF ജൂനിയർ വേൾഡ് കപ്പ് 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നമ്മുടെ കനക ബുദ്വാർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെയാണ് നമ്മുടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ആരെയാണ്? ശുഭ്മാൻ ഗില്ലിനെയാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ മൃഗാരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏത് സംഘടനയാണ്? അത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ലോകത്തിലെ ആദ്യത്തെ മൃഗ ആരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ളൊരു സംഘടനയാണ് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത്. അപ്പോൾ ഈ ഒരു സംഘടനയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ മൃഗാരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയുടെ പേരെന്താണ്? വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം. ഓട്ടിസം ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിതെറ്റിയാൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുവാനുള്ള ഇലക്ട്രിക് ഉപകരണം ഏതാണ്? അത് കവചാണ്. കവച്. ശ്രദ്ധിക്കുക. ഓട്ടിസം അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം രോഗം അറിയാലോ. അപ്പോൾ അത് ബാധിച്ചവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വഴിതെറ്റുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുവാനുള്ള ഒരു ഇലക്ട്രിക് ഉപകരണം വികസിപ്പിച്ചു. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് കവച്. എന്താണ്? കവച്. വേറൊരു കവചമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓട്ടിസം ഡൗൺ സിൻഡ്രോം അത് ബാധിച്ചവരെ തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ആ ഒരു ഇലക്ട്രിക് ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്? കവച്. എന്താണ്? കവച്. അടുത്ത ചോദ്യം. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നമുക്കറിയാം, കുറേ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായി. ആരാണ്? നമ്മുടെ PT ഉഷയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ PT ഉഷയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ആരാണ്? PT ഉഷ. അടുത്ത് ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാണ്?
അത് മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നിയമനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് കൊടുക്കുന്നതാണ്. എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, നിയമനങ്ങൾ ഇപ്പോഴത്തെ വകുപ്പുകളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി. ഓക്കെ, സ്പോർട്സ് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. അടുത്ത് കേന്ദ്ര യുവജന കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്ഗെ. അപ്പോൾ കേന്ദ്ര യുവജന കായിക സഹമന്ത്രി. അപ്പോൾ കേന്ദ്രത്തിലുള്ള യുവജനങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു രക്ഷ എന്ന നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഓക്കെ, കേന്ദ്ര യുവജന കായിക സഹമന്ത്രി ആരാണ്? രക്ഷാ നിഖിൽ ഖഡ്ഗെ. അപ്പോൾ കേന്ദ്രത്തിലുള്ള യുവജനങ്ങളെ രക്ഷിക്കുന്നതാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ കേന്ദ്ര യുവജന കായിക സഹമന്ത്രി ആരാണ്? രക്ഷാ നിഖിൽ ഖഡ്സെയാണ്. ഓക്കെ, അടുത്ത് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. അപ്പോൾ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ് നമ്മുടെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആരാണ്? ഗ്യാനേഷ് കുമാറാണ് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഗ്യാനേഷ് കുമാർ. അടുത്ത ചോദ്യം, സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. അപ്പോൾ സംസ്ഥാനത്തെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമ്മുടെ ഷാജഹാനാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. എ ഷാജഹാൻ. അടുത്ത ചോദ്യം, കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. അപ്പോൾ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ. ശ്രദ്ധിക്കുക, കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രത്തൻ യു ഖേൽക്കർ ആണ്. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. അടുത്ത ചോദ്യം, കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? ശ്രദ്ധിക്കുക, കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. അപ്പോൾ ശ്രദ്ധിക്കുക, കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആർക്ക് കിട്ടി? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനാണ് കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത്. ആർക്കാണ്? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. ഓക്കെ, അടുത്ത് മാതൃകാപരമായ അന്താരാഷ്ട്ര ക്രിക്കറ്റിനുള്ള BCCIയുടെ പ്രത്യേക അവാർഡ് ലഭിച്ച മുൻ ഇന്ത്യൻ സ്പിൻ ബൗളർ ആരാണ്? ചാടിക്കയറിയിട്ട് നമ്മുടെ ബുംറ പറയരുത്. ആരാണ്? R. അശ്വിനാണ്. അപ്പോൾ മാതൃകാപരമായ അന്താരാഷ്ട്ര ക്രിക്കറ്റിനുള്ള BCCIയുടെ പ്രത്യേക അവാർഡ് ലഭിച്ച മുൻ ഇന്ത്യൻ സ്പിൻ ബൗളറാണ് നമ്മുടെ R. അശ്വിൻ. ആരാണ്? R. അശ്വിനാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. ഓക്കെ, അടുത്ത് പോളി ഉംരിഗർ അവാർഡ് മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിന് കൊടുക്കുന്ന അവാർഡാണ് പോളി ഉംരിഗർ അവാർഡ്. അതാർക്ക് കിട്ടി? നമ്മുടെ ബുംറയ്ക്ക് കിട്ടി. അപ്പോൾ ബുംറയും അശ്വിനും തമ്മിൽ മാറിപ്പോരുത്. പോളി ഉംരിഗർ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഒരു അവാർഡാണ് പോളി ഉംരിഗർ അവാർഡ്. അപ്പോൾ ആ ഒരു അവാർഡ് നമ്മുടെ ആർക്ക് കിട്ടി? നമ്മുടെ ഇന്ത്യയുടെ പേസ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്ക് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, പോളി ഉംരിഗർ അവാർഡ് ലഭിച്ച ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അടുത്ത ചോദ്യം, രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏതാണ്? നമ്മുടെ മുംബൈയിലാണ് ആരംഭിക്കുന്നത്. ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല, ശ്രദ്ധിക്കുക, US സർവകലാശാലയാണ് രാജ്യത്ത് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. എവിടെയാണ്? അത് മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പേരെന്താണ്? ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഏതാണ്ടാ? ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അമേരിക്കയിലെ സർവകലാശാല ഏതാണ്? ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് മുംബൈയിലാണ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരൻ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരൻ ആരായിരുന്നു? മുഹമ്മദ് യൂസഫ് അസ്ഹറാണ്. ജസ്റ്റ് കേട്ട് വെച്ചാൽ മതി, ഒരു ഉപയോഗമില്ല. എന്താണ് നമ്മുടെ ജസ്റ്റ് ഇത് എങ്ങനെയോ കയറി വന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മുഹമ്മദ് യൂസഫ് അസ്ഹർ. ഓക്കെ, സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാൻ തീരുമാനിച്ചു?
നീല നിറമുള്ള കവറിലാണ് നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാൻ തീരുമാനിച്ചു? നീല നിറമുള്ള കവറിലാണ്. നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഏത് നിറമുള്ള കവറിൽ അവർ തരും? നീല നിറമുള്ള കവറിലാണ് അവർ ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അടുത്ത് ICCയുടെ 2024 ഡിസംബർ മാസത്തിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരം ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. നമ്മുടെ പേസ് ബൗളറാണ്. ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറ. ഓക്കെ, അപ്പോൾ ICCയുടെ 2024 ഡിസംബർ മാസത്തിലെയാണ് മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസമാണ്. ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. ഓക്കെ, അടുത്ത് വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം ആരാണ്? അത് നൊവാക്ക് ജോക്കോവിച്ച് ആണ്. അപ്പോൾ വിംബിൾട്ടൺ അറിയാമല്ലോ, വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം ആരാണ്? നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ച്. 100 വിജയം വിംബിൾട്ടണിൽ നൊവാക്ക് ജോക്കോവിച്ച്. 100 വിജയം വിംബിൾട്ടണിൽ നൊവാക്ക് ജോക്കോവിച്ച്. ഇങ്ങനെ പാട്ടുപാടി പഠിക്കാം. ഓക്കെ, അടുത്ത് സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചത് അത് IISc ആണ്. അപ്പോൾ സൂചി ഉപയോഗിക്കാതെ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചതാരാണ്? നമ്മുടെ IISc ആണ്. IIScയുടെ ഫുൾ ഫോം എനിക്കറിയില്ല. അറിഞ്ഞാലും ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന എന്ത് ചെയ്യും? നമുക്ക് ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചത് ഇതാണ് നമ്മുടെ IISc ആണ്. അടുത്ത് ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ പുറത്തിറക്കിയ AI മോഡൽ. ഈ ആലിബാബ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ കാണും. ആലിബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് അലിബാബ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു നമ്മുടെ ആമസോൺ പോലെയുള്ള ഒരു വലിയൊരു ഫേമാണ് അലിബാബ എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും ഉണ്ട്. നോർമലി അലിബാബ എന്ന് പറയുമ്പോൾ ഇതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ പുറത്തിറക്കിയ AI മോഡൽ. അപ്പോൾ ടെക് കമ്പനിയായ ആലിബാബ പുറത്തിറക്കിയ AI മോഡൽ ഏതാണ്? അത് മാക്സ് ആണ്. മാക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീപ് സീക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ചൈനക്കാരിറക്കിയ AI മോഡലാണ്. നമ്മുടെ ChatGPT പോലെയുള്ള ഒരു സംഭവമാണ്. അതെന്താണ്? നമ്മുടെ ഡീപ് സീക്ക്. ഓക്കെ, അപ്പോൾ ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അത് മാക്സ് ആണ്. മാക്സ് ആണ്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായത് ആരാണ്? ജെറി ഹോൾനസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ജെറി ഹോൾനസ്. ഇന്ത്യൻ അത്ലറ്റിക്സിൽ ജെറി ഹോൾനസ്. അടുത്ത് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്ടാ? നമ്മുടെ ഇന്തോനേഷ്യൻ സൈന്യമാണ്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാരാണ്? ഇന്തോനേഷ്യൻ സൈന്യമാണ്. അപ്പോൾ 2025 ഇന്തോനേഷ്യൻ സൈന്യം എവിടെ വന്നു? ഇന്ത്യയിൽ വന്നു. 2025 ഇന്തോനേഷ്യൻ സൈന്യം ഇന്ത്യയിൽ വന്നു. ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത് സീക്യൂർ പ്രൊജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? സെക്യൂർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, പഠിച്ചു വെച്ചിരിക്കുക. സീക്യൂർ പ്രൊജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ സംരംഭമാണ് ഇത് നമ്മുടെ സെക്യൂർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്യൂർ പ്രൊജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? യുണൈറ്റഡ് കിങ്ഡം. സെക്യൂർ യുണൈറ്റഡ്. ഓക്കെ, അടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പയാണ്. അപ്പോൾ നമ്മുടെ മുൻപുണ്ടായിരുന്ന മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും വരെ ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേക സ്റ്റാമ്പുണ്ട്. ആ സ്റ്റാമ്പാണ് സെഡേ വക്കാൻ്റെ. എന്താണ്? സെഡേ വക്കാൻ്റെ. നമ്മുടെ വത്തിക്കാൻ അറിയാമല്ലോ. ആ ഒരു ഇതിൽ പഠിച്ചു വച്ചിരിക്കുക. സെഡേ വക്കാൻ്റെ. എന്താണ്? സെഡേ വക്കാൻ്റെ വത്തിക്കാൻ. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം
അത് ഗാസിയാബാദാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ കോഡ് വെച്ച് നിങ്ങൾ ചിലരല്ല ഭൂരിഭാഗം പേരും ചിലർ കോഡ് വെച്ച് മറിപ്പോയി ഭൂരിഭാഗം പേരും എന്താണ് കോഡ് വെച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാം കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാനുള്ള അത് ഓരോരുത്തരും ഓരോ ടേസ്റ്റാണ്. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരമാണ് ഗാസിയാബാദ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ഗാസിയാബാദ്. അടുത്ത് 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? അത് ബ്രസീലാണ്. അപ്പോൾ 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്ട? അത് ബ്രസീലാണ്. അപ്പോൾ ഇതിൽ PSC മാത്രം നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ പല വാതിലുകളും കാണും, എല്ലാ വാതിലുകളിലും മാക്സിമം മുട്ടാൻ ശ്രമിക്കുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് എക്സാം പറ്റുന്നവർ അതെഴുതുക. റെയിൽവേ വിളിക്കും, റെയിൽവേ പറ്റുന്നവർ അതിലെഴുതുക. പിന്നെ നമ്മുടെ SSC വിളിക്കും, അതെഴുതുക. അങ്ങനെ പല എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ SSC മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ PSC മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ പോലീസിന് മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ SSC MDSന് മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ SSC ഡൽഹി പോലീസിന് മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് മാത്രമേ പഠിക്കുകയുള്ളൂ, ഞാൻ NTPC എക്സാം റെയിൽവേക്ക് മാത്രമേ പഠിക്കുകയുള്ളൂ. ഇങ്ങനെ നിൽക്കരുത്. നിങ്ങൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഹ്യൂമൻ, നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഏജ് മുതൽ ഒരു ഏജ് വരെ മാത്രമേ നമുക്ക് ഏതൊരു എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഡോറുകൾ എന്ത് ചെയ്യുക? നമ്മുടെ ഏതോ ഒരു സിനിമയിൽ പറയുന്നതാണ്, നമ്മുടെ ഫ്രണ്ടിൽ കുറേ ഡോറുകളുണ്ട്, നമ്മൾ തട്ടാത്ത ഡോറുകൾ കാണും. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡോറുകൾ, പറ്റുന്ന ഡോറുകൾ എന്ത് ചെയ്യുക? തട്ടി തുറക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതല്ലെങ്കിൽ വേറൊരു ചോദ്യം എന്ത് ചെയ്യും? നിങ്ങൾക്കത് കിട്ടും. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? അത് ബ്രസീലാണ്. അപ്പോൾ 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? നമ്മുടെ ബ്രസീലാണ്. എവിടെയാണ്ട? ബ്രസീലാണ്. അടുത്ത് പൊതുമേഖലാ സ്ഥാപനമായി ഈ നമ്മുടെ വേദികൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. വേദികൾ, നമ്മുടെ വേദികൾ പല വേദികളുണ്ട്, ആ വേദികൾ എഴുതുക. നമ്മുടെ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുക. ഒട്ടിച്ചു വെച്ചാൽ മാത്രം പോരാ. ഒട്ടിച്ചു വയ്ക്കുമ്പോൾ ചിലർ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. നിങ്ങൾ കൺഫേം ആയിട്ട് ഈ സമയം ഞാനിത് വായിച്ചിരിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? അത് ബ്രസീലാണ്. അടുത്ത ചോദ്യം, പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിങ്കൾ പദ്ധതി? സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണമാണ് തിങ്കൾ പദ്ധതി. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ എവിടെയാണ് മുഹമ്മദ് റബി മ്യൂസിയം? എവിടെ വരുന്നു? നമ്മുടെ ആദ്യത്തേത് മുംബൈയിലാണ്, രണ്ടാമത്തേത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം വരുന്ന എവിടെയാണ്? കോഴിക്കോടാണ്. ആദ്യത്തേത് എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്നും കൂടെ നോക്കാമോ? ഒന്നും കൂടി നോക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ 30+ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തൊട്ട് താഴെ കമൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു വീഡിയോ എത്താത്തവർ, കുറേ ആൾക്കാർ, ഇത് നമുക്ക് ഈ വീഡിയോസ് കിട്ടാത്ത ആൾക്കാരുണ്ട്. ക്ലാസ് നല്ലത് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായ PS റഫീഖിൻ്റെ ചെറുകഥ എന്താണ്? ഇടമലയിലെ യാക്കൂബ്. നമ്മൾ 2 ചോദ്യം ഇതിൽ പറഞ്ഞു. 2025 പത്മരാജൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് നമ്മുടെ PS റഫീഖ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥ ഏതാണ്? അതാണ് ഇടമലയിലെ യാക്കൂബ്. അടുത്ത ചോദ്യം, അഖേദ എന്ന നോവൽ രചിച്ചത് പ്രിയദർശനാണ്. ISSF ജൂനിയർ വേൾഡ് കപ്പ് 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് കനക ബുദ്വാർ. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ അത് ശുഭ്മാൻ ഗില്ലാണ്. ലോകത്തിലെ ആദ്യത്തെ മൃഗാരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത്.
ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിതെറ്റിയാൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാനുള്ള ഇലക്ട്രിക് ഉപകരണമാണ് കവച്. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷ. ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രിയാണ് രക്ഷാ നിഖിൽ ഖഡ്സെ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടിയത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. മാതൃകാപരമായ അന്താരാഷ്ട്ര ക്രിക്കറ്റിനുള്ള BCCIയുടെ പ്രത്യേക അവാർഡ് ലഭിച്ച മുൻ ഇന്ത്യൻ സ്പിൻ ബൗളറാണ് R അശ്വിന്. പോളി ഉംരിഗർ അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് നമ്മുടെ ജാസ്പ്രീത് ബുംറ. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ആകാൻ പോകുന്നത് നമ്മുടെ മുംബൈയിലെ ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരനാണ് മുഹമ്മദ് യൂസഫ് അസ്ഹർ. സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നിങ്ങൾക്ക് കിട്ടും? നീല നിറമുള്ള കവറിലാണ് കിട്ടുന്നത്. ICCയുടെ 2024 ഡിസംബർ മാസത്തിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേസറാണ് ജാസ്പ്രീത് ബുംറ. വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരമാണ് നൊവാക് ജോക്കോവിച്ച്. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡലാണ് മാക്സ്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനാരാണ്? ജെറി ഹോൾനസ് ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഇന്തോനേഷ്യൻ സൈന്യം. സീക്യൂർ പ്രൊജക്റ്റ് അത് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പ്രൊജക്റ്റാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പാണ് സെഡെ വക്കാൻ്റെ. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരമാണ് ഗാസിയാബാദ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീലാണ്. പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം. അത് ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? നമ്മുടെ കോഴിക്കോടാണ്. ആദ്യത്തേത് മുംബൈയിലാണ്. അപ്പോൾ 30 ചോദ്യങ്ങൾ കൂടുതൽ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓവർ നമ്മൾ ഒന്നും പറഞ്ഞ് നമ്മുടെ ചാനൽ നമ്മുടെ ഈ വാച്ചിങ് ടൈം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ പ്രിപ്പയർ നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് മലയാളത്തിന് ചെറിയ തെറ്റുകളുണ്ട്, ഇംഗ്ലീഷ് പറയുമ്പോൾ അങ്ങനെ പോകെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം.